ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബൗളിൽ 6 ടേബിൾ സ്പൂൺ മൈദ അത് ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അത് സ്വീറ്റൻ അല്ലാത്ത അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്, അത് വേണം ആഡ് ചെയ്യാൻ. പിന്നെ അതിലേക്ക് വേണ്ടത് ബ്രൗൺ ഷുഗർ ഒരു 6 ടേബിൾ സ്പൂൺ. നമുക്കിതെല്ലാം ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കൈവശം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കാതെ നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതുപോലൊരു ബേക്കിംഗ് ട്രേ എടുക്കുക. അതിനകത്തൊരു പാച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുക. അതിലേക്ക് ഈ മിക്സ്ചർ നമ്മൾ പകരുക. ഫുൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്തു. ഇനി അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വാൾനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൈവശം വാൾനട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ആൽമണ്ട്സ് ആണെങ്കിൽ ആൽമണ്ട് ആഡ് ചെയ്യാം. കൈവശം ഏത് ഡ്രൈ ഫ്രൂട്ടാണുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഈ മിക്സ്ചർ മൈക്രോവേവിൽ വെച്ചിട്ട് 1 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. മൈക്രോവേവിലേക്ക് വയ്ക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുക. 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പോരാ, 1 മിനിറ്റായി. നമുക്കിനി ഇത് പുറത്തോട്ടെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീമിനോടൊപ്പം സെർവ് ചെയ്യും. ചോക്ലേറ്റ് ബ്രൗണി റൂം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം.
സെർവിങ് പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് ചോക്ലേറ്റ് വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണല്ലോ, കണ്ടില്ലേ? വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ടൈം മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഈ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.